ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ? കഴിഞ്ഞ വെയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതുപോലൊന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. കൊച്ചിയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പുള്ള സമാധാനമുള്ള ഒരു ഏരിയ പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുട്ടിക്കാനം ചൂസ് ചെയ്തു. ഊട്ടിയോ കൊടൈക്കനാലോ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് അത്രയും ദിവസത്തെ ലീവ് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കാണാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇത് വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് കണ്ണുകളിലൂടെ ആസ്വദിക്കാനായിട്ട്. ഒന്ന് രണ്ട് ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർത്തി ഒരു ചൂട് ചായയൊക്കെ കുടിച്ചാണ് കുട്ടിക്കാനത്തേക്ക് വൈകുന്നേരത്തോടു കൂടി എത്തുന്നത്. 4 മണിക്കൂർ യാത്രയുടേതായിട്ടുള്ള ഒരു തരം ക്ഷീണമോ വയ്യായ്കയോ ഒന്നും തന്നെ നമുക്കുണ്ടായിരുന്നില്ല. റിസോർട്ടിലെത്തിയതും ആദ്യമായിട്ട് എൻ്റെ കണ്ണുടക്കിയത് ഈ ബാത്റൂമിലാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ ഒരു ബാത്റൂം? ഇതിൻ്റെ റൂഫ് ഓപ്പൺ ആണേ, നിങ്ങൾക്ക് മഴ ഡയറക്റ്റായി പെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ ഒരു തരത്തിലുള്ള പ്രൈവസി കൺസേൺസിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. ഇനി നിങ്ങൾക്ക് ഈ ബാത്റൂം കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു മോഡേൺ ബാത്റൂമും തൊട്ടടുത്ത് തന്നെ ഉണ്ടേ. എനിക്കെന്തോ പേടി കാരണം ഞാൻ മോഡേൺ ബാത്റൂമാണ് കേട്ടോ യൂസ് ചെയ്തത്. വെറും 2 റൂം മാത്രമുള്ള ചെറിയൊരു സ്പേസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ 2 പേര് മാത്രമാണല്ലോ ഉള്ളത്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്നാൽ കാണാവുന്ന വ്യൂ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത്. ഒരു ചെറിയ ഹാമൊക്കെ കിടന്നാടാനൊക്കെ ആയിട്ടുള്ളൊരു ഊഞ്ഞാൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴയായതുകൊണ്ട് ആടാൻ പറ്റിയില്ല കേട്ടോ. മുന്നിൽ കാണുന്നത് തേയിലത്തോട്ടാണ്, അതും ഇവരുടെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരുവി കാണാൻ പറ്റും. ഫുൾ വുഡാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളവർ വീടിൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലൊക്കെ. ആദ്യ ദിവസം മഴ കാരണം ഒന്നും തന്നെ ചുറ്റിക്കറങ്ങി കാണാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത ദിവസം ചെറിയ വെയിൽ വന്നപ്പോഴേക്കും രാവിലെ തന്നെ ഞങ്ങൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങി പുറപ്പെട്ടു. കൂടെ റിസോർട്ടിൽ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ആദ്യം കാണാൻ തീരുമാനിച്ചത് അവിടെ എല്ലാവരും പറഞ്ഞു കേട്ട മീൻകുളമായിരുന്നു. ഒരു കുഞ്ഞു കുളം നിറയെ മീനുകൾ. നമുക്കൊരു ചൂണ്ടയും കയ്യിൽ തന്ന് എത്ര മീൻ വേണമെങ്കിലും പിടിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞത് കേട്ട് ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. പക്ഷേ പിടിച്ച മീൻ പൊരിച്ചു തരാൻ നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ തീരുമാനം ഉപേക്ഷിച്ചു. സെയിം ടീമിൻ്റെ കുറച്ചുകൂടെ വലിയൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഇത് കാടിൻ്റെ കുറച്ചുകൂടെ ഉള്ളിലായിട്ടാണ്. ഗൈഡ് തന്നെയാണ് നമ്മളെ കൊണ്ടുപോയി ഇത് കാണിച്ചതും. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഗ്യാതറിങ്ങിനൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്പേസ് ആവശ്യം വരുമ്പോൾ നമുക്കിത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയാതെ വയ്യ. അവിടത്തേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ആയത് കാരണം ഈ പക്ഷികളുടെ സൗണ്ട് ആണെങ്കിലും ഭയങ്കര ഒരു കാംനെസ് ആയിരുന്നു. തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോൾ കാറ്റത്ത് ഒരുപാട് വീണ് കിടക്കുന്ന പൂക്കളും കണ്ടു. ഒക്കെ പറക്കി കൂട്ടി തലയിൽ ഇങ്ങനെ ഓരോ കോക്കറി കാണിച്ചിരുന്നു. ചെറിയ വട്ടില്ലാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ലല്ലോ. തിരിച്ചു പോരുന്ന നേരത്ത് ഒരിക്കൽ കൂടി ഞാൻ ആ കാടിനുള്ളിലേക്ക് നോക്കി. നമ്മുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ജീവിക്കാൻ മറന്നു പോകാറുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മറന്നു പോകാറുണ്ട്. ഇടയ്ക്ക് ലൈഫിനൊരു ബ്രേക്ക് കൊടുത്തൊരു യാത്രയൊക്കെ പോകണം. എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നും ഒരേ പാളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് എന്താ ഒരു രസം?